ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ടു റീച്ച് ദ അൺറീച്ച് ഏതൻ ടി വിയുടെ ശാബത്ത് സ്കൂൾ പ്രോഗ്രാമിലേക്ക് ലോകമെമ്പാടുമുള്ള പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹസ്വാഗതം. കർത്താവിൽ പ്രിയ ദൈവജനമേ, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ ശാബത്ത് സ്കൂൾ പാഠങ്ങളുടെ ഭാഗമായി ഈ ക്വാർട്ടറിൽ നമ്മൾ പഠിച്ചു വരുന്നത് മാർക്കോസ് എഴുതിയ സുവിശേഷത്തെ ആധാരമാക്കിയ പാഠങ്ങളാണ്. അതിൻ്റെ 11 പാഠങ്ങൾ സുവിശേഷത്തിലെ വ്യത്യസ്ത തലങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം മുതൽ അവൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിലെ വിവിധ ഘട്ടങ്ങൾ, അവൻ്റെ ഉപമകൾ, അവൻ്റെ അത്ഭുത പ്രവർത്തികൾ, ജനങ്ങൾക്കിടയിലുള്ള അവൻ്റെ സുവിശേഷ പ്രവർത്തനം, ദൈവത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച് യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ, ശിഷ്യന്മാർ, വിശ്വാസ സമൂഹം, അങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ച എല്ലാ വസ്തുതകളുടെയും മർമ്മങ്ങളെക്കുറിച്ച് കഴിഞ്ഞ 11 പാഠങ്ങളിലൂടെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മൾ 12ാമത്തെ പാഠത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. വിചാരണ ചെയ്ത് ശുശ്രൂഷിച്ചു എന്നാണ് പാഠത്തിൻ്റെ തലക്കെട്ട്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചത്തെ പാഠം നമ്മൾ പഠിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ യെരുശലേമിലെ പീലാത്തോസിൻ്റെ പട്ടാളം അവനെ പിടിച്ചുകൊണ്ടുപോയി അവനെ വിചാരണ ചെയ്യുന്ന സന്ദർഭം പഠിച്ചാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ അതിനെ തുടർന്നുള്ള ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ വിവരണത്തിൻ്റെ ഒരു ഹൃദയഭാഗത്തിലേക്ക് നമ്മുടെ പാഠം പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള, ചർച്ച ചെയ്യാനുള്ള വേദഭാഗങ്ങൾ മാർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം, ലൂക്കോസ് 13-1, സങ്കീർത്തനങ്ങൾ 22-18, യോഹന്നാൻ 20-24 മുതൽ 29 വരെ, 1-1 മുതൽ 3 വരെ, ദാനിയേലിൻ്റെ പ്രവചന ഭാഗം 9-24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഇവയെ ആധാരവാക്യങ്ങളായാണ് നമ്മൾ ഇന്നത്തെ പാഠം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മനഃപാഠവാക്യം ഇപ്രകാരം പറയുന്നു. മാർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം: 9-ാം മണി നേരത്ത് യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥമുള്ള എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. 9-ാം മണി നേരത്ത് യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥമുള്ള എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. മാർക്കോസ് 15-34. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും വേദപുസ്തകത്തിലെ സുവിശേഷ ഭാഗങ്ങൾ, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങി സുവിശേഷ ഭാഗങ്ങളൊക്കെയും പലവരും നമ്മൾ പഠിച്ചു പോയപ്പോഴൊക്കെയും ഈ വാക്യം നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. വേദപുസ്തകത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിത കാലഘട്ടത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്താണ് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം അവൻ ജീവൻ വെടിയുന്നതിന് മുമ്പ് ഇപ്രകാരമുള്ള ഒരു പ്രസ്താവന ക്രിസ്തുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നമ്മുടെ ഈ പാഠഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് യേശുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഇത്തരം സത്യങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നും പ്രാധാന്യം അർഹിക്കുന്നു. 2000 വർഷം മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ മർമ്മം, യേശു പറഞ്ഞ ഓരോ വാക്കിലെയും, കർത്താവ് പറഞ്ഞ ഓരോ വാക്കിലെയും മർമ്മങ്ങൾ, അതിൻ്റെ സാരാംശങ്ങൾ നമ്മുടെ ജീവിതത്തിനെ എത്രത്തോളം ഇന്നും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള ചർച്ചയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടത്തേണ്ടത്. വേദവായന വെറും വായനയായി മാത്രം പര്യവസാനിക്കാതെ അതിൻ്റെ ഉള്ളിൽ കർത്താവിന് നമ്മോട് എന്താണ് പറയാനുള്ളത് എന്ന് അതിൻ്റെ ആശയങ്ങളിലൂടെ, അതിൻ്റെ ഓരോ പദങ്ങളിലൂടെയും കടന്നുപോയി നാം ഉൾക്കൊള്ളേണ്ടതും ആവശ്യമാണ്. നമ്മുടെ ഈ പാഠം തയ്യാറാക്കിയ ലേഖകൻ നമ്മോട് പറയുന്നത് ഈ അധ്യായങ്ങളിലുടനീളം ഒരു കോൺട്രഡിക്ഷൻ, നമുക്കതിലൊരു വിരോധാഭാസം കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് 3 വ്യത്യസ്ത തലങ്ങൾ ആണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതിലൊന്ന്, വിരോധാഭാസം എന്ന് പറയുന്നതിന് 2 തട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന് അതിൻ്റെ യാഥാർത്ഥ്യമായ വശം, ആ യാഥാർത്ഥ്യത്തിനെ ഉൾക്കൊള്ളാതെ മറ്റൊരു തലം.
രണ്ട് തട്ടുകളും അന്യോന്യം പോരാട്ടത്തിലോ അല്ലെങ്കിൽ വൈപര്യത്തിലോ ആണ്. ഒരേ നിലയിൽ ആശയങ്ങൾ കൊണ്ടുപോകുമ്പോൾ രണ്ട് വൈരുദ്ധ്യമായ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു തലമാണ്. ചിലർ ഇതിനെ കാണുകയേ ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അതിലൊരു ഉദാഹരണം പറയുന്നത് പീലാത്തോസ് കർത്താവ് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിക്കുമ്പോൾ പീലാത്തോസിന് വാസ്തവത്തിൽ കർത്താവ് യേശുക്രിസ്തു ആരാണെന്ന് അറിയാമായിരുന്നു. എന്നിട്ടും പീലാത്തോസ് അപ്രകാരം യേശുവിനോട് ചോദിച്ചു. എന്തുകൊണ്ട് പീലാത്തോസ് അപ്രകാരം ചോദിക്കുന്നു എന്നുള്ളതിന് ഒരു വിരോധാഭാസം ഉണ്ടായി. അത് ആ ചരിത്രഭാഗം നമ്മൾ ഇന്നത്തെ പാഠത്തിൽ വിശദമായി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജീവിത കാലഘട്ടവും യേശുക്രിസ്തുവിൻ്റെ മരണവും എല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിലെ സത്യങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നു എന്നാണ് നമ്മൾ ഈ ആഴ്ചയിലെ പാഠങ്ങളിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഞായറാഴ്ചത്തെ പാഠഭാഗത്തേക്ക് പോകാം. ഞായറാഴ്ചയുള്ള പാഠഭാഗത്തിൻ്റെ ഒരു ചർച്ച നടക്കുന്നത്, ഈ പാഠം മുഴുവനും നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർക്കോസ് എഴുതിയ സുവിശേഷത്തെ അടിസ്ഥാനമാക്കിയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ 15-ാം അധ്യായത്തെ അടിസ്ഥാനമാക്കിയാണ്. അതിൻ്റെ ആദ്യത്തെ 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു പ്രസ്താവന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പീലാത്തോസ് കർത്താവ് യേശുക്രിസ്തുവിനോട് ചോദിച്ച ചോദ്യമാണ് നമ്മുടെ ഈ ദിവസത്തിൻ്റെ തലക്കെട്ട്, നീ യഹൂദന്മാരുടെ രാജാവോ. AD 26 മുതൽ 36 വരെ യഹൂദ്യയിലെ രാജാവായിരുന്ന, അവിടുത്തെ നാടുവാഴിയായിരുന്ന വ്യക്തിയായിരുന്നു പീലാത്തോസ്. പീലാത്തോസിനെ പറ്റി ഇവിടെ പറയുന്നത് ദയവുള്ള ഒരു നേതാവല്ലായിരുന്നു അദ്ദേഹം. അയാളുടെ അനേകം പ്രവൃത്തികളും അവിടുത്തെ ദേശവാസികളിൽ ഭയവും അവർക്കൊക്കെയും ഭീതിയും ഉണ്ടാക്കുന്ന വിധത്തിലായിരുന്നു. അത്തരത്തിലുള്ള ഒരു നേതാവിൻ്റെ മുമ്പിലാണ് യേശുവിനെ വിചാരണയ്ക്കായി യഹൂദന്മാർ കൊണ്ടുവരുന്നത്. അവിടുത്തെ മഹാപുരോഹിതന്മാർ കൊണ്ടുവരുന്നത്, ന്യായശാസ്ത്രികൾ കൊണ്ടുവരുന്നത്. യേശുവിനെ പീലാത്തോസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ആ സാഹചര്യം അറിയാം, സന്ദർഭം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒരു കഥ പോലെ അതിൻ്റെ ആദ്യത്തെ ഘട്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അരോചകമായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ സാരാംശത്തിലേക്ക് മാത്രം നമുക്ക് കടന്നു നിൽക്കാം. അവിടെ യേശുവിനോട് പീലാത്തോസ് ചോദിക്കുന്ന ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. എന്തുകൊണ്ട് പീലാത്തോസ് അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ചർച്ച. പീലാത്തോസ് ചോദിച്ച ചോദ്യം എന്താണ്? നീ യഹൂദന്മാരുടെ രാജാവോ. യേശുവിനെ പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അന്നത്തെ രാജ്യത്തെ നടപടിക്രമം അനുസരിച്ച്, അന്നത്തെ ആ സമൂഹത്തിലെ സാമൂഹ്യ നിയമവ്യവസ്ഥ അനുസരിച്ച് അവർക്കൊരു രാജാവേ പാടുള്ളൂ. കർത്താവ് യഹൂദന്മാരുടെ രാജാവാണ് എന്ന് പറയുമ്പോൾ നീ രാജാവാണോ എന്ന് പീലാത്തോസ് തന്നെ യേശുവിനോട് ചോദിക്കുകയാണ്. യേശുവിന് മറുപടി പറഞ്ഞെന്താണ്? ഞാനാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും രാജാവിനേക്കാൾ, അവിടെ നിലവിലൊരു നാടുവാഴിയുണ്ട്, ഒരു രാജാവുണ്ട്, ആ രാജാവിൻ്റെ രാജ്യാധികാരത്തിനേക്കാൾ വലിയ അധികാരമുള്ളവനാണ് താനെന്ന് കർത്താവ് സ്ഥാപിച്ചു എന്ന് പുരോഹിതന്മാർ അവനിൽ കുറ്റം ചുമത്തി. അവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞു നടക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ കുറ്റം ചുമത്തൽ. അതുകൊണ്ടാണ് പീലാത്തോസിന്റെ മുമ്പിൽ അതേ ചോദ്യം തന്നെ പീലാത്തോസിനെ കൊണ്ട് ചോദിപ്പിച്ച് യേശുവിനെ കുറ്റക്കാരനാക്കുന്നത്. അപ്പോൾ യേശു അതേ എന്ന് മറുപടി പറഞ്ഞപ്പോൾ, ഞാൻ ആകുന്നു എന്ന് മറുപടി പറഞ്ഞപ്പോൾ തന്നെ മഹാപുരോഹിതന്മാർ അവൻ്റെ മേൽ ആ കുറ്റം ചുമത്തി. പീലാത്തോസ് പിന്നെയും അവനോട്, നീ ഒരുത്തരവും പറയുന്നില്ലയോ? ഇതാ അവർ നിന്നെ എന്തെല്ലാം കുറ്റം ചുമത്തുന്നു എന്ന് ചോദിച്ചു. അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലെ പാഠങ്ങളൊക്കെ പഠിച്ച സമയത്ത് യേശുവിന്മേൽ അവർ കണ്ടെത്തിയ ആരോപണങ്ങൾ ഒരുപാടായിരുന്നു. അല്ലേ? കപ്പം കൊടുക്കുന്നതിനെതിരായിട്ട് യേശു സംസാരിച്ചു എന്ന് പറഞ്ഞു, അവൻ യഹൂദന്മാരുടെ രാജാവാണ് എന്ന് പറഞ്ഞു, ഇവിടുത്തെ നിയമസംഹിതകളൊക്കെ അവൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന്, മശിഹയാണ് എന്ന് അവൻ പറഞ്ഞു നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് യേശുവിന് വിചാരണയ്ക്ക് വേണ്ടി അവിടെ ഈ മഹാപുരോഹിതന്മാർ ആ സൻഹദ്രീൻ സംഘത്തിൻ്റെ മുമ്പിൽ യേശുവിനെ വിചാരണയ്ക്കായി കൊണ്ടുവന്നത്. അപ്പോൾ വീണ്ടും അവൻ ഞാൻ യഹൂദന്മാരുടെ രാജാവ് ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കുറ്റം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ മുമ്പിൽ, ക്രിസ്തുവിൻ്റെ മുമ്പിൽ അത് യേശുവിനെ സ്ഥാപിക്കുകയാണ് അവിടെ ചെയ്തത്. ആ സമയത്താണ് എന്ത് ചെയ്തത്?
അവിടുത്തെ ഒരു മഹോത്സവത്തിൻ്റെ ഭാഗമായി അവിടെ ശിക്ഷ അനുഭവിക്കുന്നവരിൽ നിന്ന് ആരെയെങ്കിലും ഒരാളെ അവർ ഉത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ വിട്ടുകൊടുക്കുന്ന ഒരു നടപടിക്രമം അവിടെയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറയുന്ന ഇവനെ നിങ്ങൾക്ക് വേണമോ, അതോ ഇവിടുത്തെ തടവുകാരനാക്കി വിട്ടിരിക്കുന്നവനായ മറ്റൊരുവനെ വേണമോ എന്നുള്ള ഒരു ചോദ്യം ആ ജനത്തിൻ്റെ മുമ്പിൽ കയറി വരുന്നത്. അത് 7-ാമത്തെ വാക്യം, 15-ന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: എന്നാൽ ഒരു കലഹത്തിൽ കൊല ചെയ്തവരായ കലഹക്കാരോടുകൂടെ ബന്ധിച്ചിരുന്ന ബറബാസ് എന്ന പേരുള്ള ഒരുത്തനുണ്ടായിരുന്നു. പുരുഷാരം കയറി വന്നു, അവൻ പതിവ് പോലെ ചെയ്യണം എന്ന് അപേക്ഷിച്ചു തുടങ്ങി. അതായത് പതിവ് പോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ നിന്ന് എന്താണ് ഒരു തടവുകാരനെ വിട്ടയക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു തുടങ്ങി. അപ്പോൾ മഹാപുരോഹിതന്മാർ, ആ വാക്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. 9-ാമത്തെ വാക്യം, മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞതുകൊണ്ട് അവരോട്, നോക്കൂ, പീലാത്തോസിന് ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. മഹാപുരോഹിതന്മാർക്ക് യേശുവിനോടുള്ള അസൂയ കൊണ്ട് അവനിൽ കുറ്റം ചുമത്തി അവനിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവൻ നീതിമാനായ മനുഷ്യനാണ്, അവൻ്റെ രക്തത്തിന് യാതൊരു കളങ്കവുമില്ല എന്ന് തിരിച്ചറിഞ്ഞവനായ പീലാത്തോസ് അവരോട് ചോദിക്കുകയാണ്, എന്നാൽ ഞാൻ ബറബാസിനെ വിട്ടുകൊടുക്കേണ്ടതിന് ചോദിപ്പാൻ മഹാപുരോഹിതന്മാർ പുരുഷാരത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവിടെ വന്നിരുന്ന പുരുഷാരത്തെ മുഴുവനും മഹാപുരോഹിതന്മാർ പ്രോത്സാഹിപ്പിച്ച് എന്തു ചെയ്തു? യേശുവിനെ വേണ്ട. പീലാത്തോസ് പിന്നെയും അവരോട്, എന്നാൽ യഹൂദന്മാരുടെ രാജാവ് എന്ന് നിങ്ങൾ പറയുന്നവനെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അവനെ ക്രൂശിക്ക എന്ന് അവർ നിലവിളിച്ചു പറഞ്ഞു എന്ന് ആ വേദഭാഗം നമുക്ക് കാണാൻ കഴിയും. 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: പീലാത്തോസ് അവരോട്, അവൻ എന്തു ദോഷം ചെയ്തു എന്ന് പറഞ്ഞാറേ അവനെ ക്രൂശിക്ക എന്ന് അവർ അധികമായി നിലവിളിച്ചു. പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ച് ബറബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പാൻ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. നോക്കൂ, ഇവിടെ നമ്മൾ ആ 15-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ, അല്ലേ, ആ വാക്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പീലാത്തോസ് ആരായിരുന്നു? ഒരു അധികാരിയായിരുന്നു. അവന് ആ അധികാരത്തിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെ സപ്പോർട്ട് വേണം? അവിടുത്തെ മഹാപുരോഹിതന്മാരുടെ, ന്യായാധിപന്മാരുടെ, ന്യായശാസ്ത്രിമാരുടെ, ആ സമൂഹത്തിലെ ഉന്നതരായ എല്ലാവരുടെയും സപ്പോർട്ട് പീലാത്തോസിന് ആവശ്യമായിരുന്നു. മാത്രമല്ല അവിടെ കൂടിയിരുന്ന ജനാവലിയുടെ സഹായവും അവന് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വാക്ക് കേട്ടിട്ട് അവർക്ക് തൃപ്തി വരട്ടെ എന്ന് കരുതി ബറബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. നോക്കൂ, ഇവിടുത്തെ വൈരുദ്ധ്യം എന്താണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് നമുക്കെല്ലാവർക്കും, ഇത്രയും കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് ഇവിടുത്തെ വൈരുദ്ധ്യം എന്നുള്ളതാണ്. ഒന്ന്, അസൂയ കാരണം മതനേതാക്കന്മാർ യേശുവിന് നേരെ തിരിഞ്ഞു എന്ന് പീലാത്തോസ് നിരീക്ഷിച്ചു. അതായത് പീലാത്തോസ് എന്ന രാജാവ് തീരെ ബുദ്ധിമാൻ അല്ല, മണ്ടനായിരുന്ന ഒരു രാജാവൊന്നും ആയിരുന്നില്ല. അവിടുത്തെ മഹാപുരോഹിതന്മാരുടെ പ്രവർത്തികളും അവർ ജനത്തിനെ ഇളക്കിവിടുന്നതും ജനത്തോട് യേശുവിനെ ക്രൂശിക്കുക എന്ന് അവരെ പറയുന്നതും ഞങ്ങൾക്ക് ബറബാസിനെ മതി എന്ന് ആ ജനത്തിനെ കൊണ്ട് പറയിപ്പിക്കുന്നതുമെല്ലാം ആര് കണ്ടു? പീലാത്തോസ് കണ്ടു. അവൻ നീതിമാനായ മനുഷ്യൻ എന്ന് പീലാത്തോസിന് മനസ്സിലായി. എന്നിട്ടും രാജാവ് തൻ്റെ അധികാരം ഉപയോഗിച്ച് കർത്താവ് യേശുവിനെ ശിക്ഷയിൽ നിന്ന് വിട്ടുകൊടുക്കാതെ, ഇളവ് ചെയ്യാതെ ബറബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഒന്നാമത്തെ വിരോധാഭാസം. അതായത് അധികാരസ്ഥാനത്തിന്, സ്ഥാനലബ്ധിക്ക് വേണ്ടി, താൽക്കാലികമായ സൗഭാഗ്യത്തിന് വേണ്ടി സത്യത്തിനെ അവിടെ വളച്ചൊടിക്കുകയാണ് എന്നാണ്. അവർ പുരുഷാരത്തെ ഇളക്കിവിടുകയും അവർ യേശുവിനെ ക്രൂശിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പീലാത്തോസ് ഭയന്ന് പിന്മാറി എന്ന് ആണ് അവിടെ പറയുന്നത്. പ്രത്യേകിച്ച് നിരപരാധിയാണ് എന്ന് പരിഗണിക്കപ്പെടും. ഇയാൾക്ക് മനസ്സിലായി നിരപരാധിയാണെന്ന്. സാധാരണ കോടതിയിലെ ഒരു ജഡ്ജിക്ക് അല്ലെങ്കിൽ ഒരു അധികാരിക്ക്
ഒരാൾ നിരപരാധിയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അയാളെ എന്ത് ചെയ്യണം? അയാളെ വിട്ടയക്കുകയാണ് വേണ്ടത്. പകരം നിരപരാധിയായവനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കുകയും അപരാധിയായവനെ, കൊലപാതകയായവനെ എന്ത് ചെയ്യുകയും ചെയ്തു? വെറുതെ വിടുകയും ചെയ്തു എന്നുള്ളത് അവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം ആയിരുന്നു. അവിടെ രണ്ട് സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് പീലാത്തോസ് ചോദിക്കുന്നിടത്ത് മുതൽ യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെ നടക്കുന്ന സംഭവങ്ങളിൽ യഥാർത്ഥത്തിൽ വാസ്തവം എന്തായിരുന്നു എന്ന് പീലാത്തോസ് എന്ന രാജാവിന്, അധികാരിക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സംഭവം. എന്തുകൊണ്ട് നമുക്ക് ഒരു വിപരീതാർത്ഥം, ഇതിൻ്റെ ഒരു വിപരീതാർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കിത് പ്രാധാന്യമാകുന്നു എന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മുടെ ന്യായം മാത്രം നമ്മൾ നോക്കി യേശുവിനെ തള്ളിക്കളയുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ അതെന്ത് ചെയ്യുക? ഒഴിവാക്കുക. നമ്മൾ എന്താണോ ന്യായം, കർത്താവിന് നിരക്കാത്തത് ആയതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ പാടില്ല. ഏതാണോ ന്യായം, ആ ന്യായത്തിൻ്റെ പക്ഷത്ത് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആശയം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ തിങ്കളാഴ്ചത്തെ പാഠഭാഗത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ഒരു തുടർച്ചയാണ് നമുക്കവിടെ പഠിക്കാൻ കഴിയുന്നത്. യഹൂദന്മാരുടെ രാജാവേ ജയ. നമുക്കറിയാം ഇപ്രകാരം പറഞ്ഞത് ആരായിരുന്നു ഇപ്രകാരം പറഞ്ഞത്? അവിടുത്തെ പടയാളികളായിരുന്നു പറഞ്ഞത്. അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ചതിലും ഒരു ചോദ്യമുണ്ട്. യേശുവിനോട് നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചത് ആരായിരുന്നു? പീലാത്തോസ് ആയിരുന്നു. അതേപോലെ ഇവിടെയും കുറച്ച് സംഭവം, 5 വാക്യങ്ങൾ മാർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾക്കിടയിൽ നടക്കുന്ന ചെറിയൊരു സംഭവമാണ് ഈ ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. വധശിക്ഷയ്ക്കായി യേശുവിനെ കൊണ്ടുപോവുകയാണ്. അതിനു മുമ്പുള്ള ചില ഒരുക്കങ്ങളുണ്ട്. ആ ഒരുക്കങ്ങളാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അന്ന് യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ് യേശുവിനെ അധിക്ഷേപിച്ചുകൊണ്ട് അവൻ്റെ വസ്ത്രമൊക്കെയും വലിച്ചു കീറി അവനെ രക്താംബരം ഉടുപ്പിച്ച് തലയിൽ മുൾക്കിരീടം വെച്ച് അവനെ പരിഹസിച്ചവരിൽ ഏകദേശം 200 മുതൽ 600 വരെയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവർ യേശുവിനെ കളിയാക്കുകയാണ്. നീ രാജാധിരാജനാണോ? നീ യഹൂദന്മാരുടെ രാജാവായവനാണോ എന്ന് പറഞ്ഞ് യേശുവിനെ പരിഹസിക്കുകയാണ്. ഓരോ പ്രാവശ്യം ചാട്ട കൊണ്ടടിക്കുകയും അവൻ്റെ തലയിൽ മുൾക്കിരീടം വയ്ക്കുകയും കമ്പ് കൊണ്ട് കോൽ കൊണ്ട് അവൻ്റെ തലയിൽ അടിച്ച് അവൻ്റെ മുഖത്ത് തുപ്പി അവന് മുട്ടുകുത്തി നമസ്കരിച്ച് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അങ്ങ് നമസ്കരിക്കുകയാണ്. നീ ദൈവമല്ലേ? ദൈവമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം സാഹചര്യത്തിൽ നീ രക്ഷപ്പെടാത്തതെന്നൊക്കെ പറഞ്ഞ ആ പടയാളികൾ അവനെ പരിഹസിക്കുന്ന സന്ദർഭമാണ് നമുക്കിവിടെ കണ്ടെത്താൻ കഴിയുന്നത്. ലേഖകൻ പറയുന്നത്, വധശിക്ഷയ്ക്കായി തടവുകാരെ തയ്യാറാക്കുന്നതിന് റോമാക്കാർ കഠിനമായ മർദ്ദനം ഉപയോഗിച്ചിരുന്നു. യേശുവിനെ മാത്രമല്ല, അന്നത്തെ കാലത്ത് വധശിക്ഷയ്ക്ക് ഒരുത്തിനെ കൊണ്ടുപോകുമ്പോൾ കഠിനമായി മർദ്ദിച്ച്, കാരണം അവനെ ക്രൂശിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ആ സന്ധ്യയ്ക്ക് മുമ്പ് അയാൾ എന്ത് ചെയ്തിരിക്കണം? ജീവൻ വെടിയണം. ആ വിധത്തിൽ അപ്രകാരം കഠിനമായി മർദ്ദിച്ച് വസ്ത്രമുരിഞ്ഞ് ചാട്ടവാറിൻ്റെ അറ്റത്ത് എല്ല്, ചില്ല്, കല്ല് തുടങ്ങിയ ആണികളൊക്കെ കെട്ടി അടിച്ച് എന്ത് ചെയ്യുക? ദേഹത്തൊക്കെ കഠിനമായ മുറിവുകൾ ഏൽപ്പിച്ചാണ് ഓരോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനെയും കൊണ്ടുപോകുന്നത്. യേശുവിനെയും മാറ്റമുണ്ടായിരുന്നില്ല. അപ്രകാരം കഠിനമായി മർദ്ദിച്ച് ശരീരമാസകലം മുറിവുണ്ടാക്കി. മാത്രമല്ല തലയിൽ മുൾക്കിരീടം വെച്ച് ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്നൊരു ബോർഡ് കെട്ടിത്തൂക്കി അപമാനിച്ച് ആണ് അവനെ എന്ത് ചെയ്യുന്നത്? വധശിക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് പോകുമായിരുന്നത്. അപ്രകാരം ആ റോമൻ പടയാളികൾ യേശുവിനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇത്രത്തോളം അപമാനവും പരിഹാസവും യേശു സഹിക്കേണ്ടി വന്നു. അത്രമാത്രം പീഡനം സഹിക്കേണ്ടി വന്നു, വേദന സഹിക്കേണ്ടി വന്നു, പരസ്യമായ അപമാനം സഹിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. സാധാരണ ഇത്തരത്തിലുള്ള വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ കൊണ്ടുപോകുമ്പോൾ അവരുടെ വസ്ത്രമൊക്കെ വലിച്ചു കീറി നഗ്നരായി, അങ്ങനെയാണ് പറയുന്നത്. റോമിൽ ഇപ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവർ അവരുടെ മരക്കുരിശ് കൊണ്ടുപോകുന്നത് അവൻ തന്നെ ചുമന്നുകൊണ്ട് പോകണം, നഗ്നനായി വേണം കൊണ്ടുപോകാൻ എന്നതായിരുന്നു വ്യവസ്ഥ. പക്ഷേ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാർ അത്തരത്തിലുള്ള ഒരു നഗ്നതാ പ്രദർശനത്തിനെ എതിർത്തിരുന്നവരായിരുന്നു. അതുകൊണ്ട് യേശുവിന് എന്ത് ചെയ്തു? അവൻ്റെ വസ്ത്രം ഉടുപ്പിച്ച് ആണ് എന്ത് ചെയ്തത്? അങ്ങനെ കൊണ്ടുപോയത്. നമുക്ക് മാർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവർ രക്താംബരം നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ചവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. നോക്കൂ, ഇവിടെ ഉള്ള ഒരു
വിരോധാഭാസം എന്താണ്? അവൻ യഹൂദന്മാരുടെ രാജാവാണ് എന്ന് അവിടെ അവനെ ശിക്ഷിച്ചവനായ, അവൻ്റെ ദേഹത്ത് കല്ലുകൊണ്ടടിച്ചതും കുപ്പി കൊണ്ടടിച്ചതും അവനെ വെടികൊണ്ടടിച്ചതുമായ ഓരോ വ്യക്തികൾക്കും പലർക്കും അറിയാമായിരുന്നു. അവർ അവനെ പരിഹസിക്കുന്നത് എന്ത് പറഞ്ഞാണ്? നീ യഹൂദന്മാരുടെ രാജാവാണോ, യഹൂദന്മാരുടെ രാജാവേ ജയ എന്ന് പറഞ്ഞാണ് അവനെ പരിഹസിക്കുന്നത്. ചില ആളുകൾ പരിഹസിക്കുമ്പോൾ മറ്റു ചിലർ അതിൻ്റെ മറുവശം എന്ന് പറയാം, മറ്റു ചിലർ വളരെ ഹൃദയവേദനയോടുകൂടി കരയുകയായിരുന്നു. അവർ പരിഹാസത്തോടു കൂടിയല്ല ആ സമയത്ത് നിലവിളിച്ചത്. യഹൂദന്മാരുടെ രാജാവേ ജയ എന്ന് പറഞ്ഞ് ചിലർ വളരെ സങ്കടത്തോടു കൂടി ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് നിലവിളിച്ചവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. നോക്കൂ, രണ്ടു തരം ആളുകൾ. ചില ആളുകൾക്ക് അറിയാമായിരുന്നിട്ടും അവർ അവനെ പരിഹസിച്ചു, ചില ആളുകൾക്ക് അറിയാമായിരുന്നു എന്നുള്ളത് കൊണ്ട് അവർ അവനോട് ഭക്തിയോടുകൂടെ, നിലവിളിയോടുകൂടെ, കരച്ചിലോടുകൂടി അവനെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവർക്കറിയാമായിരുന്നു അവൻ നീതിമാനായവനായിരുന്നു, അവൻ്റെ മേൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക്, അവനൊരിക്കലും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക്, ഇത്തരത്തിലുള്ള വേദന സഹിക്കാൻ അവൻ അർഹനല്ല എന്ന് ആ ജനത്തിന് അറിയാമായിരുന്നു. പക്ഷേ ആ സമൂഹത്തിലെ നിയമം അങ്ങനെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് അവർക്കതിനെ എതിർക്കാൻ കഴിഞ്ഞില്ല, അവരുടെ പരിഹാസങ്ങൾക്ക്. നോക്കൂ, ഇന്നത്തെ സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ പരിഹസിക്കുന്നവരായ പല ആളുകളുണ്ട്. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? പലപ്പോഴും യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്ന ആളുകൾ പോലും അറിയപ്പെടുന്നത് ചിലപ്പോൾ ക്രിസ്ത്യാനികൾ എന്ന പേരിലായിരിക്കും. അങ്ങനെ അറിയപ്പെടുന്നവരുമുണ്ട്. അല്ല, നമുക്കറിയാം യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ സമൂഹം. അവർ ക്രൈസ്തവ സമൂഹം എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. അവർ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരല്ല, അവർ ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നവരല്ല. ക്രിസ്തുവിനെ അംഗീകരിക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കുകയും ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ അനുയായികളാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ അവരെങ്ങനെയാണ് ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അറിയപ്പെടാൻ യോഗ്യർ? അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഇന്നും ക്രിസ്തുവിനെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നവർ, വാസ്തവം എന്താണ് എന്ന് അറിയാമായിരുന്നിട്ടും ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ പരസ്യമായി ദൈവത്തിനെ എന്ത് ചെയ്യണം? അപഹാസിക്കുകയും അവനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അത് സാത്താൻ്റെ ഒരു പ്രവർത്തനമാണ്, പിശാചിൻ്റെ പ്രവർത്തനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. മറുഭാഗത്ത് വളരെ ആത്മാർത്ഥമായി ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ ആശ്വസിപ്പിക്കുന്നു എന്ന വാക്യം മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ അരികിലേക്ക്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്ന് ത്രിയേക ദൈവത്തിൻ്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് അവനോട് പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്. ഇതാണ് അതിലൊരു കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഇവരെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അവർക്കെല്ലാവർക്കും അറിയാം ഇവൻ ദൈവത്തിൻ്റെ പുത്രനെന്നറിയാം. അതുകൊണ്ട് ചില ആളുകൾ അവനെ ഭക്തിയോടുകൂടി അവൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുകയും മറ്റുള്ളവർ അവനെ അറിയാമായിരുന്നിട്ടും അതിനെ അംഗീകരിക്കാതെ അവനെ പരിഹസിക്കുകയും ചെയ്യുന്നവർ ഉണ്ട്. നമ്മൾ ഇതിൽ ഒരിക്കലും നമ്മൾ ആദ്യത്തെ കൂട്ടത്തിൽ വരില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ അങ്ങനെ ആയി വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നറിയാമായിരുന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ദൈവനീതിക്ക് നിരക്കാത്തത് ആയി വരുന്നുവെന്നും മനസ്സിലാക്കുക. ആ ഒരു ആശയമാണ് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാൻ കിട്ടുന്നത്. നമ്മൾ ചൊവ്വാഴ്ചത്തെ പാഠഭാഗത്തേക്ക് വരുമ്പോൾ ക്രൂശീകരണം എന്ന പ്രക്രിയയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുകയാണ്. മർക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് ഇതിലെ ആധാരവാക്യമായി വരുന്നത്. അവിടെ നടക്കുന്ന സംഭവമാണ്. യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി എത്രത്തോളം എന്ത് ചെയ്ത് അവനെ പീഡനങ്ങളൊക്കെ സഹിപ്പിച്ച്, അവന് വേദന ഏൽപ്പിച്ച്, മുറിവേൽപ്പിച്ച്, ഒരു അപരിചിതനെ പോലെ അവനെ ശിക്ഷിച്ച്, അവൻ്റെ വസ്ത്രമൊക്കെയും അഴിച്ചു മാറ്റി അവനെ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. എവിടെയാണ് അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയതെന്നൊക്കെ നമുക്കറിയാം. ഏതായിരുന്നു സ്ഥലത്തിൻ്റെ പേര്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗോൽഗോഥ, അല്ലേ? ഗോൽഗോഥ എന്നാൽ തലയോടിടം. 22-ാമത്തെ വാക്യം, തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി. അവന് കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു. കണ്ടിവെണ്ണ എന്ന് പറഞ്ഞാൽ കാറിപ്പോയ അല്ലെങ്കിൽ അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എണ്ണ അവന് കൊടുത്തു. അവനത് വാങ്ങിയില്ല. അവനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രം ആർക്ക് കിട്ടണം എന്ന് കരുതി ആ പടയാളികളൊക്കെയും നറുക്കിട്ട് ചീട്ടിട്ട് അവൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. 3-ാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. യഹൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ അവൻ്റെ മീതെ കുറ്റം എഴുതിയിരുന്നു. 2 കള്ളന്മാരെ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി അവനോട് കൂടെ ക്രൂശിച്ചു.
അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. കടന്നു പോകുന്നവർ തലകുലുക്കിക്കൊണ്ട് ഹാ ഹാ മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് തന്നെ പണിയുന്നവനെ, നീ നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അവനെ ആക്ഷേപിച്ചു. 31-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 31-ാമത്തെ വാക്യം, അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ വഹിയ എന്ന് പറഞ്ഞ് അവനെ ആക്ഷേപിച്ചു. നാം കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രായേൽ രാജാവ് ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞ് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നോക്കൂ, നേരത്തെ ശാരീരികമായ പീഡനങ്ങൾ വളരെയധികം അനുഭവിച്ചു, ഒപ്പം മാനസികമായ പീഡനം അവനെ പരിഹസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ യേശുവിനെ ഇത്രത്തോളം ശിക്ഷാവിധിക്ക് വിധേയമാക്കി 3-ാം മണി നേരമായപ്പോൾ അവനെ കുരിശിൽ തറച്ചു കഴിഞ്ഞ ശേഷം അവൻ്റെ ശിരസിന് മുകളിൽ ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് പരിഹസിച്ചു കൊണ്ടുള്ള കുറിപ്പും തൂക്കി. അവൻ്റെ വസ്ത്രമൊക്കെയും ചിലർ ചീട്ടിട്ടെടുത്തു. അവിടെ വന്ന മഹാപുരോഹിതന്മാർ അവനെ പരിഹസിച്ച് പറയണം, ഇവൻ ബാക്കിയുള്ള എല്ലാവരെയും രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ അവന് കഴിയുന്നില്ല. ചിലർ പരിഹസിച്ച് പറയുന്നത് എന്താണ്? മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുന്നവനെ നിനക്ക് എന്ത് പറ്റി? എന്തുകൊണ്ടാണ് ഈ ക്രൂശിൽ നിന്ന് നീ ഇറങ്ങി വരാത്തത് എന്ന് ചിലർ പറയുന്നു. അവൻ്റെ ഇടത്തും വലത്തും ഉണ്ടായിരുന്ന കള്ളന്മാർ അവനെ പഴിച്ചു പറഞ്ഞു എന്ന് ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ 6-ാം മണി നേരമായപ്പോൾ 9-ാം മണി നേരത്തോളം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. 9-ാം മണി നേരത്ത് യേശു എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥമുള്ള എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. അരികെ നിന്നവർ ചിലർ കേട്ടിട്ട് ഇവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഒരുത്തൻ ഓടി ഒരു സ്പോങ്ങിൽ പുളിച്ച വീഞ്ഞ് നിറച്ച് ഒരു ഓടക്കോലിന്മേൽ നിൽപ്പിൻ, ഏലിയാവ് ഇവനെ ഇറക്കാൻ വരുമോ എന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവന് കുടിപ്പാൻ കൊടുത്തു. യേശു ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടു. ഉടനെ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം 2ആയി ചിന്തിപ്പോയി എന്ന് അവിടെ പറയുന്നുണ്ട്. നോക്കൂ, വളരെ വിചിത്രമായ സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത്. അവനെ പരിഹസിച്ചതിലുള്ള നമുക്കിവിടെ ഇതിലെ അവസാന ഭാഗത്തേക്ക്, ക്രൂശിക്കുന്നതിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ പരിഹസിച്ചുള്ള വൈരുദ്ധ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം എന്തുകൊണ്ട് പുരോഹിതന്മാർ അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന ആളുകൾ ഇപ്രകാരം പറഞ്ഞ് യേശുവിനെ പരിഹസിച്ചു? അതാണല്ലോ അവിടുത്തെ ചോദ്യം. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, സ്വയം രക്ഷിപ്പാൻ കഴിയാത്തവനായിരിക്കുന്നു എന്ന് പറഞ്ഞു. മന്ദിരം പൊളിച്ചിട്ട് 3 ദിവസം കൊണ്ട് പണിയുന്നവനെ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു. എന്തുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത്? നോക്കൂ, അവരുടെ മുമ്പിലൊക്കെ യേശുവിൻ്റെ പ്രവർത്തികൾ സാക്ഷ്യങ്ങളായി നിൽപ്പുണ്ട്. എന്തൊക്കെയാണത്? ലാസറിനെ കല്ലറയിൽ നിന്ന് വിളിച്ചുണർത്തി, ബാലികയെ മരിച്ചുപോയി എന്ന് പറഞ്ഞ ബാലികയെ അവളുടെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അന്ധന് കാഴ്ച കൊടുത്തു, മുടന്തൻ നടന്നു, കുഷ്ഠരോഗിക്ക് സൗഖ്യമായി, യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ട സ്ത്രീ അത്ഭുതകരമായി സൗഖ്യം നേടുന്നു. അവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെയും നമ്മൾ പഠിച്ചാൽ, പ്രത്യേകിച്ച് സുവിശേഷ ഭാഗങ്ങളിൽ അതിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെയും നമുക്ക് പഠിക്കാൻ കിട്ടുന്ന യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികൾ ഒക്കെയും ഈ മഹാപുരോഹിതന്മാരുടെയും ആ ജനസഞ്ചയത്തിൻ്റെ മുമ്പിൽ എന്തായിട്ട് നിൽക്കുകയാണ്? സാക്ഷ്യങ്ങളായി നിൽക്കുകയാണ്. അങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനായ യേശുവിന് എന്തുകൊണ്ട് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. നീ എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് ഇറങ്ങി വരാത്തത്? ഇത്ര കഠിനമായ വേദന സഹിച്ചുകൊണ്ട് കൈത്തണ്ടയിൽ ആണി ഏൽപ്പിച്ചുകൊണ്ട്, ബാക്കി കള്ളന്മാരെയൊക്കെ കെട്ടിയാണ് കുരിശിൽ ഇട്ടത്, യേശുവിനെ കൈത്തണ്ടയിൽ കാലിലൊക്കെ ആണി തറച്ചാണ് കിടത്തിയിരിക്കുന്നത്. ഇപ്രകാരം അവന് ജീവൻ പെട്ടെന്ന് നഷ്ടപ്പെടത്തക്ക വിധത്തിൽ ക്രൂശീകരിച്ചിട്ടും അവൻ തളർന്ന് വേദന കൊണ്ട് അങ്ങനെ കിടക്കുമ്പോൾ
പല ആളുകളും രഹസ്യമായിട്ട് പറയുന്നുണ്ട്, കർത്താവ് അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, അവൻ ക്രിസ്തുവാണ് എന്നൊക്കെയുള്ള പല പേരുകളും അവനെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. നോക്കൂ, ഇവിടെ ഈ ഭാഗത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് താൻ അതിഭയങ്കരമായ പരിഹാസവും അപമാനവും അനുഭവിച്ചു. മാർക്കോസിൻ്റെ സുവിശേഷത്തിന് ഒരു വെളിപ്പാട് അല്ലെങ്കിൽ ഒരു രഹസ്യ രൂപമുണ്ട്. അതിൽ യേശു സാധാരണയായി താൻ ആരാണെന്നതിനെപ്പറ്റി നിശബ്ദത പാലിക്കുവാൻ ആവശ്യപ്പെടുന്നു. തൽഫലമായി കർത്താവ്, ദൈവത്തിൻ്റെ പുത്രൻ, ക്രിസ്തു എന്നിങ്ങനെയുള്ള ശാസ്ത്രപരമായ പേരുകൾ പലപ്പോഴും വിവരണത്തിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. ഈ ഘടകം ക്രൂശിൽ മാറുന്നു. അവനെ മറച്ചു വയ്ക്കുവാൻ കഴിയുന്നില്ല. യേശുവിനെ പരിഹസിക്കുന്നതിന് വേണ്ടി മത നേതാക്കളാണ് ഈ പദം ഉപയോഗിക്കുന്നത്. അതാണ് അതിലെ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. യേശുവിനെ അതുവരെയും ഇവരാരും ഈ പേര് പറഞ്ഞ് പരിഹസിച്ചിട്ടില്ല. നീ ക്രിസ്തുവാണെന്നോ ദൈവത്തിൻ്റെ പുത്രനാണെന്നോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചതല്ലാതെ എന്തുകൊണ്ട് നീ അങ്ങനെ പറയുന്നവനല്ലേ, നീ എന്തുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല എന്ന് അതുവരെയും പരിഹസിച്ചിരുന്നില്ല. പക്ഷേ ക്രൂശീകരണ സമയത്ത് അപ്രകാരമുള്ള ഒരു പരീക്ഷണം നേരിടേണ്ടി വരുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ. 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്, അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയാത്തവനായി നിസ്സഹായനായി കിടക്കുന്നവനാണ് എന്ന് പറഞ്ഞു. നമുക്കിവിടെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ആ കൂടിയിരുന്ന സകല സമൂഹത്തിനും ഇവൻ ആരാണ് എന്ന് അറിയാമായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. അവൻ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ, അവൻ ക്രൂസിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് അവർ അന്വേഷിക്കുന്നത്. വാസ്തവത്തിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത്? നമുക്ക് ക്രൂശീകരണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനം മുതലേ രേഖപ്പെടുത്തിയിരുന്നു. യേശുക്രിസ്തു ജനിക്കുന്ന സമയത്ത് അവന് പേര് നൽകിയപ്പോൾ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്നാണ് അരുളപ്പാട് മറിയത്തിന് ഉണ്ടാകുന്നത്, അമ്മ മറിയത്തിനുണ്ടാകുന്നത്. അതായത് ആ നിമിഷം, കർത്താവ് യേശു ക്രൂശിക്കപ്പെടുന്ന നിമിഷം എന്ന് പറയുന്നത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അടയാളപ്പെടുത്തപ്പെട്ടിരുന്ന ഒരു നിമിഷമാണ്. നമ്മൾ 9-ാമത്തെ പാഠം പഠിച്ച സമയത്ത് സഖരിയാവിൻ്റെ പ്രവചനം നമ്മൾ വായിച്ചപ്പോൾ അവിടെ നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സഖരിയാവിൻ്റെ പ്രവചനം 9-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ അതിൽ നമുക്ക് കാണാൻ, ആ പ്രവചന ഭാഗം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു ജനിച്ചതിൻ്റെ, വന്നതിൻ്റെ, യേശുക്രിസ്തു ക്രൂശീകരണത്തിൽ ഏർപ്പെട്ടതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നോക്കൂ. യേശുവിനും ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പ്രവാചകൻ തൻ്റെ പ്രവചനത്തിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദിൻ്റെ പ്രവചനത്തിൽ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേലിൻ്റെ പ്രവചനത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. വേദപുസ്തകത്തിൻ്റെ മുൻകാല വലുതും ചെറുതുമായ എല്ലാ പ്രവാചകന്മാരുടെ പ്രവചനത്തിലും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ വന്ന് അവൻ്റെ ജനത്തിനെ അവരുടെ പാപങ്ങളിൽ മോചിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. ആ ഒരു വിമോചനത്തിൻ്റെ രഹസ്യം ഇവിടെ പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ക്രൂസിൽ നിന്ന് ഇറങ്ങി വരാത്തത്. അല്ലെങ്കിൽ യേശുക്രിസ്തു നിഷ്പ്രയാസം അവിടെ നിന്ന് എന്ത് ചെയ്യാമായിരുന്നു, ആ സമയത്ത് പോകാമായിരുന്നു. പക്ഷെ അവൻ തൻ്റെ പിതാവിൻ്റെ ആഗ്രഹത്തിന് വഴങ്ങി ആ നിമിഷം വേദന സഹിച്ചുകൊണ്ട് ആ ക്രൂസിൽ അപ്രകാരം ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അന്നേരം നമ്മൾ യേശുവിനെ, ദൈവത്തിനെ തള്ളിപ്പറഞ്ഞ് ഓടിപ്പോവുകയല്ല വേണ്ടത്. മറിച്ച് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുക, ദൈവത്തിലേക്ക് അടുക്കുക. മനുഷ്യരെ നോക്കിയിട്ട് കാര്യമില്ല. മനുഷ്യന് നമുക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ല. മനുഷ്യർക്ക് നമ്മോട് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും കഴിയില്ല. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തെ ആരാധിക്കുക, ഏകസത്യദൈവമായ ദൈവത്തെ അറിയുകയും അവനെ നമസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വാസ്തവം എന്ന ആ ഒരു ആശയമാണ് കർത്താവ് യേശുക്രിസ്തു സ്വയം തന്നെ താഴ്ത്തി തൻ്റെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കുന്നു. നമ്മളും അപ്രകാരം സമർപ്പിക്കണം എന്ന ആശയമാണ് ക്രൂശീകരണത്തിൻ്റെ ഈ ഘട്ടം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. നമ്മൾ ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. കഴിഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇവിടെയും കാണുന്നത്. ക്രൂശീകരണത്തിൻ്റെ പല ഘട്ടങ്ങളുണ്ട്. ക്രൂശീകരണം എന്ന പ്രക്രിയയ്ക്ക് വിചാരണ മുതൽ ജീവൻ വെടിയുന്നത് വരെയും, ജീവൻ വെടിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെയുമുള്ള വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെയുള്ള പ്രക്രിയകളാണ് നടന്നു പോകുന്നത്. അതിരാവിലെ തന്നെ യേശുവിനെ പിലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവരുന്നു. വിചാരണയ്ക്ക് ദീർഘനേരം നീണ്ട വിചാരണ നടക്കുന്നു. ജനങ്ങൾ അവനെ തള്ളിപ്പറയുന്നു. അവർക്ക് ബറബാസിനെ മതി, യേശുവിനെ ക്രൂശിക്കുക എന്ന മഹാപുരോഹിതന്മാരുടെ നിർബന്ധത്താൽ അവിടെ യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി പിലാത്തോസ്
എന്തു ചെയ്യുന്നു? ഏൽപ്പിച്ചു കൊടുക്കുന്നു. യേശുവിനെ പടയാളികൾ കൊണ്ടുപോയി കഠിനമായി ശിക്ഷിക്കുന്നു. അവൻ്റെ വസ്ത്രം നറുക്കിട്ടെടുക്കുന്നു. അവനെ ക്രൂശിക്കുന്നു. 3-ാം മണി നേരത്ത് അവനെ ക്രൂശിക്കുന്നു. 6-ാം മണി നേരമായപ്പോൾ, 33-ാമത്തെ വാക്യം, 6-ാം മണി നേരമായപ്പോൾ 9-ാം മണി നേരത്തോളം ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി എന്ന് ഇവിടെ പറയുന്നു. നമുക്ക് ഈ പാഠഭാഗം 15-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 40 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിയാണ് പഠിക്കുന്നത്. അതിൻ്റെ തലക്കെട്ട് തന്നെ വളരെ വൈരുദ്ധ്യമാർന്ന തലക്കെട്ടാണ്. ദൈവം ഉപേക്ഷിച്ചു എന്നാണ്. വാസ്തവത്തിൽ ദൈവം ഉപേക്ഷിച്ചു. എന്താണ് അവിടെ നടക്കുന്ന പ്രക്രിയ എന്നുള്ളത്, അതിൻ്റെ സാരാംശം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. 6-ാം മണി നേരമായപ്പോൾ 9-ാം മണി നേരത്തോളം ദേശത്ത് ഇരുട്ടുണ്ടായി എന്ന് പറയുന്നു. ക്രൂശിലെ യേശുവിൻ്റെ വാക്കുകളെ കൈവിട്ട നിലയുടെ കരച്ചിൽ എന്ന് വിളിക്കുന്നു. കാരണം അവൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് കരഞ്ഞുകൊണ്ട് അവനെ കൈവിട്ടതെന്ത് എന്ന് ചോദിക്കുന്നു. അവൻ സങ്കീർത്തനം 22:1 ഉദ്ധരിക്കുന്നു. യേശുവിൻ്റെ മരണത്തിൽ തിരുവെഴുത്തുകൾ നിറവേറി എന്ന് സൂചിപ്പിക്കുന്നത് പോലെ സങ്കീർത്തനത്തിലെ മറ്റ് പരാമർശങ്ങൾ നമുക്കിവിടെ കണ്ടെത്താൻ കഴിയുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. മനുഷ്യരുടെ ദുഷ്ടഗൂഢാലോചനയിൽ നിന്നും ദൈവത്തിൻ്റെ ഹിതം നിറവേറുന്നു. വാസ്തവത്തിൽ സംഭവിക്കുന്നത് മനുഷ്യർ ചിന്തിക്കുന്നതല്ല ദൈവം ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി സകല മനുഷ്യരുടെയും പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവരിയിൽ പരമയാഗമാവുകയാണ്, ഗോൽഗോഥായിൽ പരമയാഗമാവുകയാണ് എന്ന് ആ ജനം തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോഴും അവർ ചിന്തിക്കുന്നതാണ് ദൈവം അവനെ കൈവിട്ടു എന്നാണ്. പക്ഷെ കർത്താവ് ആ നേരം മാനുഷികമായ ഒരു ഭാവത്തിൽ എന്താണ്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത്, ഏലി ഏലി ലമ്മ ശബക്താനി, എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് നിലവിളിച്ചു എന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ട് അല്ലേ. അതിൻ്റെ 34-ാമത്തെ വാക്യം അതാണ് നമ്മൾ, എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഇത് കേട്ടപ്പോൾ അടുത്ത് നിന്ന് ചിലർ വിചാരിച്ചു അവൻ ആരെ വിളിക്കുന്നു? ഏലിയാവിനെ വിളിക്കുന്നു. ഏലിയ പ്രവാചകനെ വിളിച്ച് കരയുകയാണ്. ഇവിടെ അതിൻ്റെ അർത്ഥത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. യേശുവിൻ്റെ ക്രൂശിൽ നിന്നുള്ള വാക്കുകൾ പരിഭാഷയോടൊപ്പം അരമ്യ ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് അർത്ഥം വരുന്ന എലോഹി എലോഹി, അരമ്യ ഭാഷയിൽ എലോഹി എന്നാൽ ലിപ്യന്തരണം, അതൊരു എന്താണ് ഭാഷാന്തരണമാണ്. അരമ്യ ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. ട്രാൻസ്ലേഷൻ എന്നതിനേക്കാൾ ട്രാൻസ്ക്രിപ്ഷൻ, ലിപി മാറ്റി എഴുതുമ്പോൾ സംഭവിക്കുന്ന വ്യത്യാസം ആണ്. യേശു ഏലിയാവിനെ വിളിക്കുന്നു എന്ന് ചില ആളുകൾ കരുതി. അരമ്യ ഭാഷയിൽ ഏലിയ എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ ദൈവം അല്ലെങ്കിൽ എൻ്റെ യഹോവ എന്നാണ്. കൂടെ നിൽക്കുന്ന ചിലർ ഇത് തെറ്റായി ധരിച്ചുകൊണ്ട് അവന് ഒരു സ്പോങ് വെള്ളം പഞ്ഞിയിൽ മുക്കി അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. കർത്താവ് അത് കുടിക്കുന്നില്ല. ഇവിടെ മർക്കോസ് 1:9 മുതൽ 11 വരെയുള്ള യേശുവിൻ്റെ സ്നാനത്തിന് സമാന്തരമായി ഈ ഭാഗത്തെ ശ്രദ്ധേയമാക്കുന്നത് എന്താണ്? ഈ ക്രൂശീകരണം വരെയുള്ള പ്രക്രിയകൾ യോഹന്നാനുമായി ബന്ധപ്പെട്ട് ഒരു കമ്പാരിസൺ ഇവിടെ തരുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കത് ഈ ഒരു സാഹചര്യത്തിൽ ആവശ്യമുള്ളതാണോ എന്ന് എനിക്കറിയില്ലെങ്കിലും അവിടെ ചില സംഭവങ്ങൾ, പ്രക്രിയകളാണ് പ്രധാനപ്പെട്ടത്. യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തുന്നു. യേശുവിൻ്റെ സ്നാനം നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ ഏലിയാവിൻ്റെ രൂപമാണ് എന്ന് ചില ആളുകൾ ചിന്തിക്കുന്നു. യേശു ഏലിയാവിനെ വിളിക്കുന്നു എന്ന് ചിലർ കരുതുന്നു. ആകാശം പിളരുന്നു. ഇവിടെ തിരശ്ശീല രണ്ടായി മേൽതൊട്ട് അടിയോളം ചിന്തിപ്പോകുന്നു. മാർക്കോസ് 1:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവിനെ വെളിപ്പെടുന്നത് കാണാൻ കഴിയും. യേശുവിൻ്റെ മുകളിലേക്ക് പരിശുദ്ധാത്മാവ് എത്തിച്ചേർന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ യേശു തൻ്റെ ജീവനെ വെടിയുന്നത് കാണാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ പ്രിയപുത്രൻ, ഇവിടെയും ദൈവത്തിൻ്റെ പ്രിയപുത്രൻ എന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ശരിക്കും നമുക്ക് ദാനിയേലിൻ്റെ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ ദർശനപരവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം
നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞുകൊണ്ട് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ 35-36 വാക്യങ്ങൾ 25-26 വാക്യങ്ങളാണ് യഥാർത്ഥത്തിൽ അവിടെ വളരെ പ്രധാനമായി തീരുന്നത്. അത് പ്രത്യേകിച്ച് 26-ാമത്തെ വാക്യം. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരും ഇല്ലെന്ന് വരും. നോക്കൂ, പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധം ഉണ്ടാകും, ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. മാത്രമല്ല 27-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം, ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കിക്കളയും, മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും, നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും എന്നും എഴുതിയിരിക്കുന്നു. പ്രവചനത്തിൽ വളരെ വല്ലാത്ത അർത്ഥമുള്ള ഒരു പ്രവചന ഭാഗമാണ്. കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ ഒരു വളരെ സൂക്ഷ്മമായ ശബ്ദം നമ്മുടെ ചെവികളിൽ കേൾപ്പിക്കുന്ന ഒരു പ്രവചനമാണ് ദാനിയേൽ 9-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. ഇവിടെ അവൻ ജനത്തിൻ്റെ പാപമൊക്കെയും വഹിച്ചുകൊണ്ട് ക്രൂശിലേറുന്നുവെങ്കിൽ, കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ മറ്റുള്ളവർക്ക് വേണ്ടി മറുവിലയായത് എന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയാത്ത ജനത്തിന് അന്ത്യകാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്നത്, അവർ ശൂന്യമാകുവോളം, ജനമൊക്കെയും ശൂന്യമാകുവോളം യുദ്ധമുണ്ടാകും എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രവചന ഭാഗം ഇനിയും നിറവേറേണ്ടിയിരിക്കുന്നു. അപ്പം മനുഷ്യ ചരിത്രത്തിലുടനീളം യേശു എന്ന വ്യക്തിയുടെ സ്വാധീനം എങ്ങനെയാണ് ജനം മനസ്സിലാക്കിയിട്ടുള്ളത് എന്നതാണ് വളരെ പ്രധാനമായി വരുന്നത്. അല്ലാതെ ബാഹ്യമായി യേശു ഇങ്ങനെ നിലവിളിച്ചു, ദൈവം യേശുവിനെ കൈവിട്ടു, യേശു ജീവൻ വെടിഞ്ഞു, അങ്ങനെയൊക്കെ ഇതൊരു കഥ പോലെ അല്ലെങ്കിൽ ഒരു കടങ്കഥ പോലെ മാത്രം കേട്ടുപോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആന്തരികാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളവിടെ ചിന്തിക്കേണ്ടത് ഒരു യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം നിറവേറുന്ന, പിതാവിൻ്റെ ആഗ്രഹം നിറവേറുന്ന ഒരു പ്രക്രിയയാണ് അന്നേരം ക്രൂശീകരണത്തിലൂടെ സംഭവിക്കുന്നത്. അത് കർത്താവ് യേശുക്രിസ്തുവിനും നല്ല ധാരണയുണ്ടായിരുന്നു, നല്ല അറിവുണ്ടായിരുന്നു. അത് അറിയാതെയല്ല യേശു എലോഹി എലോഹി ലമ്മാ ശബക്താനി എന്ന് പറഞ്ഞത് എന്ന്. നമ്മുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല നമ്മൾ വേണ്ടത്, ദൈവത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് വേണ്ടത്. യേശു അതാണ് ചെയ്തത്. തന്നെ സ്വയം ക്രൂശീകരണത്തിൽ തന്നെ സ്വയം സമർപ്പിക്കുകയും തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി, അത് പ്രവചന ഭാഗത്തിൽ പറയുന്ന തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് താൻ വന്നിരിക്കുന്നത് എന്നുള്ള ആ പ്രവചന ഭാഗം നിറവേറ്റാനാണ് അവൻ പൂർണ്ണമായും സമർപ്പിക്കപ്പെടുന്നത്. അതാണ് ക്രൂശീകരണത്തിൻ്റെ ആ ഒരു പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. പ്രവചനം നിവൃത്തിയായി, സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞാണ് അവൻ എന്ത് ചെയ്തത്? അവൻ യേശു ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പ്രാണൻ വിട്ടത്. അന്നേരം എന്ത് സംഭവിച്ചു? യെരൂശലേം ദേവാലയത്തിലെ തിരശീല മേൽത്തൊട്ട് അടിയോളം 2 ചിന്തിപ്പോയി എന്നാണ്. അല്ലെ, മേൽത്തൊട്ട് അടിയോളം എന്ന് പറയുമ്പോൾ അതിലെ സയൻസും നമുക്കറിയാം, അത് സയൻസാണ്. ഒരിക്കലും മുകളിൽ നിന്ന് താഴോട്ട് തന്നെത്താൻ കയറാൻ പറ്റില്ല. താഴെ നിന്ന് മുകളിലോട്ട് വലിച്ചു കയറാം എന്നുള്ളതല്ലാതെ മനുഷ്യരാരും കയറും. മുകളിൽ നിന്ന് സംഭവിക്കുകയാണെങ്കിൽ അത് ഉന്നതങ്ങളിൽ നിന്ന് തന്നെയാണ്. അതൊരു അടയാളപ്പെടുത്തലായിരുന്നു, ചരിത്രത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലായിരുന്നു എന്ന് വേണമെങ്കിൽ വാസ്തവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല അവിടുത്തെ ശതാധിപൻ ആ നിമിഷത്തിൽ തിരിച്ചറിയുന്നൊരു തിരിച്ചറിവുണ്ട്, ഇവൻ വാസ്തവത്തിൽ ആരായിരുന്നു? ദൈവപുത്രൻ ആയിരുന്നു എന്നും അവരൊക്കെയും തിരിച്ചറിയുകയും ചെയ്യുന്നുവെന്നാണ് ഈ ഒരു ഖണ്ഡത്തിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ വ്യാഴാഴ്ചത്തെ പാഠത്തേക്ക് വരുമ്പോൾ തലക്കെട്ട് ഇങ്ങനെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നാണ്. ഇവിടെ നമുക്ക് 15-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് പറയുകയാണ്. കർത്താവ് യേശുക്രിസ്തു പ്രാണനെ വിട്ടുകഴിഞ്ഞ ശേഷം അവൻ ഗലീലയിൽ ഇരിക്കുമ്പോൾ
അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നിരുന്ന ചില സ്ത്രീകൾ മഗ്ദലനക്കാരത്തി മറിയവും ചെറിയ യാക്കോബിൻ്റെ യോസയുടെയും അമ്മ മറിയവും ശലോമിയും ഉണ്ടായി. ഇങ്ങനെ 3 സ്ത്രീകൾ വന്ന് വൈകുന്നേരമായപ്പോൾ ശബത്തിൻ്റെ തലനാളായ ഒരുക്കനാൾ ആകൊണ്ട് ശ്രേഷ്ഠമന്ത്രിയും ദൈവരാജ്യത്തിൻ്റെ കാത്തിരുന്നവനുമായ അരിമധ്യയിലെ ജോസഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. ഈ ജോസഫ് സൻഹദ്രീൻ സംഘത്തിലെ ഒരു വ്യക്തിയായിരുന്നു. അവൻ നഗരത്തിലെ പ്രമാണിവർഗത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. അവൻ നീതിമാനായിരുന്നു, സത്യസന്ധനായിരുന്നു, ധനാഢ്യനായിരുന്നു, അയാൾ മാന്യനായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തെ പറ്റിയുള്ള വിശേഷണങ്ങൾ ധാരാളം ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ യേശുവിൻ്റെ ശരീരം ചെന്ന് പീലാത്തോസിനോട് ചോദിക്കാനുള്ളൊരു ധൈര്യം അവിടുത്തെ ആ സൻഹദ്രീൻ സംഘത്തിലെയോ അന്നത്തെ മതപുരോഹിതന്മാർക്ക് മറ്റാർക്കും ഇല്ലായിരുന്നു. ഇയാൾ വളരെ ധൈര്യത്തോടെ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിക്കുകയും അതിനെ മാന്യമായ ഒരു ശുശ്രൂഷ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമാണ് അദ്ദേഹം ചെയ്യുവാൻ പരിശ്രമിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങേയറ്റം പ്രാധാന്യമുള്ള ചരിത്രപരമായ ഒരു വിശദാംശം എന്നത് യേശുവിൻ്റെ മരണം തെളിയിക്കുക എന്നതാണ്. യേശുവിൻ്റെ ശരീരം വിട്ടുകിട്ടാനുള്ള ജോസഫിൻ്റെ അപേക്ഷയെക്കുറിച്ച് മാർക്കോസ് 15:43 ഇപ്രകാരം പറയുന്നു: ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമധ്യയിലെ ജോസഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു എന്നാണ്. ദൈവരാജ്യത്തെ കാത്തിരുന്നവനായ, അതായത് ഈ സൻഹദ്രീൻ സംഘത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു, യേശുവിനെ വിശ്വസിക്കുകയും അവനോട് ഭക്തി ഉണ്ടായിരുന്നവരും അവൻ ആരാണ് എന്ന് സത്യമായും അറിയാവുന്നവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിലൊരാളാണ് ആര്? ഈ അരിമധ്യയിലെ ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം അതുകൊണ്ടാണ് യേശു ആരാണ് എന്ന് തനിക്ക് കൃത്യമായി അറിയാമായിരുന്നത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്? യേശുവിൻ്റെ ശരീരം ചെന്ന് ചോദിച്ചത്. പിന്നെ യേശുവിൻ്റെ ശരീരം ചെന്ന് ചോദിക്കുമ്പോൾ അവിടെ ചില വൈരുദ്ധ്യാത്മകമായ ചില പ്രസ്താവനകളുണ്ട്. ഇയാൾ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിക്കുന്ന സമയത്ത് പീലാത്തോസ് ശതാധിപനെ വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: യേശു മരിച്ചു കഴിഞ്ഞുവോ? വാസ്തവത്തിൽ അവൻ മരിച്ചുവോ? അല്ലേ? അയാൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യേശു മരിച്ചു എന്നുള്ളത് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു. വാസ്തവത്തിൽ യേശു മരിച്ചുവോ എന്ന് ചോദിച്ചു. അവിടെയും ഒരു വൈരുദ്ധ്യമുണ്ട്. എന്താണ് ആ വൈരുദ്ധ്യം? ഈ ശതാധിപനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കറിയാം യേശുവിന് മരിക്കാൻ കഴിയില്ല എന്ന്. അവിടെ ഉണ്ടായിരുന്ന സകല മനുഷ്യർക്കും അറിയാം യേശുവിന് മരിക്കാൻ കഴിയില്ല എന്ന്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു? യേശു മരിച്ചു എന്ന് ചിന്തിക്കുന്നു, ജീവിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റിട്ട് അവരോട് നീ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ തിരയുന്നത് എന്തിന് എന്നാണ് ആ ദൂതന്മാർ സ്ത്രീകളോട് ചോദിക്കുന്നത്. നമ്മൾ ഇന്നത്തെ പാഠത്തിൽ അതിനെപ്പറ്റി പഠിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത വരുന്ന ആഴ്ചകളിലെ പാഠങ്ങൾ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യും. ശതാധിപനെ വിളിച്ചു വരുത്തിയിട്ട് പീലാത്തോസ് ചോദിക്കുന്ന ചോദ്യം അയാൾ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുകയാണ്: യഥാർത്ഥത്തിൽ യേശു മരിച്ചു എന്ന് അയാൾ ഉറപ്പിച്ച് പറയുന്നു. യേശു ക്രൂശിൽ മരിച്ചില്ല, ബോധക്ഷയം മാത്രമേ ചെയ്തുള്ളൂ എന്ന് ചില ആളുകൾ അവകാശവാദം ഉന്നയിച്ച് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് യേശു മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ജോസഫ് ഒരു ശീല വാങ്ങി യേശുവിനെ ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരുന്ന കല്ലറയിൽ വെച്ചു. കല്ലറയ്ക്കകത്ത് കടക്കുവാൻ തക്ക വിധം ആ കല്ലറ അത്ര വലുതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ജോസഫിനോടൊപ്പം മഗ്ദലനക്കാരത്തി മറിയവും യോസയുടെ അമ്മ മറിയവും ആ സ്ഥലം നോക്കിക്കണ്ടു എന്ന് സുവിശേഷ എഴുത്തുകാരൻ എഴുതുന്നു. ശലോമയോടൊപ്പം ഈ 2 പേരും ദൂരെ നിന്ന് ക്രൂശീകരണം നിരീക്ഷിച്ചു. യേശുവിനെ സുഗന്ധവർഗം പൂശുന്ന വേല പൂർത്തിയാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ 3 പേരും ഞായറാഴ്ച രാവിലെ കല്ലറയ്ക്കൽ എത്തി. 16-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. 16-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഒഴിഞ്ഞ കല്ലറയ്ക്കാണ് പിന്നീട് അവർ സാക്ഷ്യം വഹിക്കുന്നത്. നമ്മളോട് ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: യേശുവിനെ കുറ്റം വിധിച്ച സൻഹദ്രീൻ അംഗം ഇവിടെ നായകനാകുമ്പോൾ യേശുവിൻ്റെ അനുയായികൾ പ്രവർത്തനങ്ങൾ കാണാതെ പോകുന്നത് എത്ര വലിയ വിരോധാഭാസമാണ്? വലിയ ചോദ്യമാണ്. അതുവരെ അനേകായിരങ്ങൾ അവൻ്റെ വാക്കുകൾ കേൾക്കാനും അവനിൽ നിന്ന് അത്ഭുതങ്ങൾ കാണാനും അവനിൽ നിന്ന് രോഗശുശ്രൂഷ കിട്ടാനും ഒക്കെ അനേകായിരങ്ങൾ ഉണ്ടായിട്ടും അവരൊക്കെ ആ ഘട്ടത്തിൽ എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം. അവരൊക്കെ യേശുവിനെ കുറ്റം വിധിച്ച
സമയത്ത് ഭയപ്പെട്ട് മാറി നിന്നവരാണ്. യേശുവിനെ ക്രൂശീകരിച്ച സമയത്തും ഭയപ്പെട്ട് മാറി നിന്നവരാണ്. അവസാനം യേശുവിൻ്റെ ശുശ്രൂഷ, യേശുവിനെ അടക്കം ചെയ്യുന്നതിനുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി അതേ സൻഹദ്രിൻ സംഘത്തിലെ ഒരാൾ തന്നെ വരുന്ന ഒരു വിരോധാഭാസമാണ് അവിടെ കാണുന്നത്. ആ ആളുകളൊക്കെ എവിടെ പോയി? അനേക കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, ഈ ആളുകളൊക്കെ എവിടെ പോയി എന്നാണ്. നമുക്ക് അനുയായികളായി ആളുകളുടെ എണ്ണം കൂടുന്നതിലല്ല, നാം നമ്മെ തന്നെ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്കാണ് ഫലം കിട്ടുന്നത്. പ്രിയമുള്ളവർ, നമ്മളത് മനസ്സിലാക്കുക. നമ്മൾ മറ്റുള്ളവരെ നോക്കിയോ മറ്റുള്ളവരെ അനുകരിച്ചോ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. മോഡലാകാം, മാതൃകയാകാം, പക്ഷേ മറ്റുള്ളവരെ പൂർണ്ണമായി അനുകരിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള ജീവിതം. ഓരോരുത്തരും അവരവരുടെ മാത്രം വ്യക്തിത്വങ്ങളാണ്. നിങ്ങളുടെ വിശ്വാസം, അവനവൻ്റെ വിശ്വാസം, അവനവൻ്റെ പ്രവൃത്തി, അവനവൻ്റെ ചിന്ത, ദൈവത്തിന് വേണ്ടി നാം ഏത് വിധത്തിലാണ് നമ്മെ സമർപ്പിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. യേശുവിനെ കുറ്റം വിധിച്ച സൻഹദ്രിൻ അംഗം തന്നെ ഇവിടെ നായകനാകുമ്പോൾ യേശുവിൻ്റെ അനുയായികൾ പ്രവർത്തനങ്ങൾ കാണാതെ പോകുന്നത് എത്ര വലിയ വിരോധാഭാസമാണ്. നിർണായക സമയങ്ങളിൽ നാമും പ്രവർത്തനത്തിൽ ഇല്ലാതെ വരികയില്ല എന്ന് എങ്ങനെ ഉറപ്പുവരുത്താം? ഇതേപോലുള്ള നിർണായകമായ സന്ദർഭം നമ്മുടെ ജീവിതത്തിലും വരാം. അന്നേരം നമ്മൾ ഒഴിഞ്ഞു നിൽക്കുകയാണോ, മാറി നിൽക്കുകയാണോ, ഒളിച്ചു നിൽക്കുകയാണോ, ഭയന്ന് മാറി നിൽക്കുകയാണോ, നമ്മൾ പ്രവർത്തിക്കുകയാണോ, ഏതവസ്ഥയിലായിരിക്കും എന്ന് നാം സ്വയം വിലയിരുത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തിനും തയ്യാറായി നിൽക്കുക, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ എന്തിനും തയ്യാറായി നിൽക്കുക എന്നുള്ളൊരു സാരാംശമാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ വീണ്ടും നമ്മളോട് ചോദിക്കുകയാണ്. ചില വ്യക്തികൾ, നമ്മൾ ഇന്നത്തെ പാഠം ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ചില വ്യക്തിത്വങ്ങളാണ് വാസ്തവത്തിൽ ഈ പാഠത്തിൻ്റെ സംഗ്രഹം എന്ന് പറയുന്നത്. അത് നമുക്ക് എണ്ണി പറയാൻ കഴിയും. പാഠം ആരംഭിച്ചപ്പോൾ ഒന്നാമത്തെ വ്യക്തി പീലാത്തോസ്, രണ്ടാമത്തെ വ്യക്തികൾ എന്ന് പറയുന്നത് മഹാപുരോഹിതന്മാർ, മൂന്നാമത്തെ വ്യക്തികൾ അവനിൽ നിന്ന് അനുഗ്രഹം നേടിയിട്ടും അവനെ തള്ളിപ്പറഞ്ഞ അവിടെ ഉണ്ടായിരുന്ന അനേകായിരം വരുന്ന ജനസമൂഹം, നാലാമത്തെ വ്യക്തികൾ റോമൻ പടയാളികൾ, അഞ്ചാമത്തെ ആളുകൾ അവൻ്റെ ശരീരം നറുക്കിട്ട്, അവൻ്റെ വസ്ത്രം നറുക്കിട്ടെടുത്ത, അവനെ പരിഹസിച്ച, അവിടെ കൂടി നിന്ന, അവനെ ശിക്ഷിച്ചവരായ പടയാളികൾ. ആറാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് ശതാധിപൻ, സൻഹദ്രിൻ സംഘത്തിലെ അരിമധ്യക്കാരനായ ജോസഫ്, പിന്നെ അവൻ്റെ ശരീരത്തിൽ സുഗന്ധതൈലം പൂശുവാൻ വേണ്ടി വന്ന 3 സ്ത്രീകൾ. നോക്കൂ, ഇവരെയൊക്കെ വ്യക്തിപരമായി ഓരോ വ്യക്തികളായിട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇവരൊക്കെ ഏത് വിധത്തിലാണ് യേശുവിനോട് പെരുമാറിയത്, എന്തുകൊണ്ട്, ഏത് വിധത്തിലാണ്, എന്തുകൊണ്ട്? ഈ 2 ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ നമുക്ക് ഈ പാഠത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താം. ഒന്ന്, പീലാത്തോസിന് യേശു നീതിമാനും അവൻ സത്യസന്ധനുമാണ് എന്ന് അവന് വ്യക്തമായ ശേഷവും അവൻ എന്ത് ചെയ്തു? യേശുവിനെ തള്ളി പറഞ്ഞുകൊണ്ട് യേശുവിനെ ക്രൂശീകരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അതെന്തുകൊണ്ടാണ് എന്ന് പറയുന്നു എലൻ ജി വൈറ്റ് ഡിസയർ ഓഫ് ഏജസ്, യുഗങ്ങളുടെ പ്രത്യാശ എന്ന പുസ്തകത്തിൻ്റെ 723 മുതൽ 764 വരെ പേജിൽ പീലാത്തോസിൻ്റെ വിചാരണ ഹാൾ, കാൽവറി ആൻഡ് ഇറ്റ്സ് ഫിനിഷ്ഡ് എന്ന ഭാഗത്ത് 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന് എന്ന് പറഞ്ഞത് യേശുവിനെ മോചിപ്പിക്കാൻ പീലാത്തോസ് ആഗ്രഹിച്ചു. 1, അത് നിലനിർത്താൻ കഴിയില്ല എന്ന് അവൻ കണ്ടു. 2, തൻ്റെ സ്ഥാനം നിലനിർത്താൻ പീലാത്തോസ് ആഗ്രഹിച്ചു. അധികാരം നഷ്ടപ്പെടുന്നതിനേക്കാളും നിരപരാധിയായ ഒരുവൻ്റെ ജീവനെ കൊടുക്കാൻ അവൻ ആഗ്രഹിച്ചു. ഇതാണ് പീലാത്തോസിന് എന്ന വ്യക്തി. അപ്പോൾ ഈ പീലാത്തോസിന് ദൈവം ആരാണ്, എന്താണ് എന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നിട്ടും തൻ്റെ അധികാരം നിലനിർത്താൻ വേണ്ടി അവനവിടെ അതിൽ നിന്ന് മാറി നിൽക്കുന്നതായി കാണാം. രണ്ടാമത്തെ, അവൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് നിന്ന സൻഹദ്രിൻ സംഘം, അതിൽ നിന്ന് തന്നെ ഒരാൾ വന്ന് അവൻ്റെ ശരീരം ഏറ്റുവാങ്ങുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാപുരോഹിതന്മാർ ജനങ്ങളെയൊക്കെയും ഇളക്കിക്കൊണ്ടേയിരുന്നു, ഇവനെ ക്രൂശിക്കുക എന്ന് പറയുവാൻ. ബറബാസിന് പകരം അവർ യേശുവിനെ ക്രൂശിച്ചു. ആ ജനത്തിൽ എത്രയോ ആളുകൾ അവൻ യഹൂദന്മാരുടെ രാജാവാണ് എന്ന് തിരിച്ചറിഞ്ഞവർ ഉണ്ടായിരുന്നു.
പടയാളികൾ അവർ അത്ര ക്രൂരമായിട്ടാണ് യേശുവിനോട് പെരുമാറിയത്. മറ്റുള്ള വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരോട് പെരുമാറുന്നതിനേക്കാൾ അധികമായി അവനെ വളരെ ശക്തമായി ശാരീരികമായി ഉപദ്രവിക്കുകയും പീഡനങ്ങൾക്ക് വിധേയനാക്കുകയും പരിഹസിക്കുകയും ചെയ്തു. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തു. അങ്ങനെ അനേക ആളുകളെ ഈ ക്രൂശീകരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അവൻ കാൽവരിയിൽ നിന്ന് കല്ലറയിൽ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലും അവിടെ അവനെ അനുഗമിച്ചവർ, അവനെ തിരിച്ചറിഞ്ഞവർ ചുരുക്കമായിരുന്നു എന്നുള്ളത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ ഇനി അതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്. ഈ ചരിത്രഭാഗങ്ങൾ, എനിക്കിതൊന്നും കഥയാണ് എന്ന് പറയാൻ തോന്നുന്നില്ല ഒരിക്കലും. ഞാൻ ഒരിടത്തും ഇത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ കഥയെന്നൊന്നും ഒരിടവും പറയില്ല. വേദപുസ്തകത്തിലെ ഒരു കാര്യവും ഞാൻ കഥയെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളിലും സംഭവിച്ചിരിക്കുന്നത് ചരിത്രമാണ്. വേദപുസ്തക ചരിത്രം എന്ന് വേണം നമ്മൾ, കഴിഞ്ഞു പോയ സംഭവിച്ച കാര്യങ്ങളാണ്. അതൊന്നും കഥയല്ല, കഥയായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യരുത്. ഈ വേദപുസ്തക ചരിത്രത്തിലുടനീളം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കർത്താവിനെ നമ്മൾ വീണ്ടും കാണും. അതാണ് പ്രത്യാശ. നമ്മൾ വീണ്ടും കാണും. ആ സമയത്ത് നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തി മാനസാന്തരപ്പെടുത്തി നമ്മൾ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിൻ്റെ പ്രതിഫലം നമ്മൾ കാണും. യേശു ക്രിസ്തു മരിച്ചുപോയി എന്ന് കരുതി നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. യേശു ക്രിസ്തു ഒരിക്കലും മരിച്ചിട്ടില്ല. അവൻ കാൽവരിയിൽ യാഗമായി. പക്ഷെ അവൻ പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി ന്യായവാദം ചെയ്യുവാൻ വേണ്ടി ജീവനോടെ ഇരിക്കുന്നു. ജീവനുള്ള ദൈവത്തിനാണ് നമ്മൾ ആരാധിക്കുന്നത്. ജീവനുള്ള ദൈവത്തിനെ. നമ്മൾ മരിച്ചുപോയവരുടെ ഇടയിൽ യേശുവിനെ തിരയേണ്ട കാര്യമില്ല. ക്രിസ്തു നമുക്ക് പകരക്കാരനും ജാമ്യക്കാരനും എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും പാപം തൻ്റെ മേൽ വഹിച്ചു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കേണ്ടതിന് അവൻ അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടു. ആദാമിൻ്റെ വംശത്തിൽപ്പെട്ട എല്ലാവരുടെയും പാപം അവൻ്റെ ഹൃദയത്തിൽ ഞെരുക്കിക്കൊണ്ടിരുന്നു. പാപത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ കോപവും അധർമ്മവും കാണുവാനുള്ള അവൻ്റെ അസന്തുഷ്ടിയുടെ ഭയങ്കരമായ പ്രകടനവും അവൻ്റെ പുത്രൻ്റെ ആത്മാവിനെ വ്യാകുലത കൊണ്ട് നിറച്ചു. ഇക്കാലം അത്രയും വീഴ്ച സംഭവിച്ച ലോകത്തോട് യേശു പിതാവിൻ്റെ കരുണയും ക്ഷമിക്കുന്ന സ്നേഹത്തെയും കുറിച്ചുള്ള സദ്വർത്തമാനം പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അത് മനുഷ്യന് ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഈ മാനസിക ദുഃഖം അതികഠിനമായത് കാരണം അവൻ്റെ ശാരീരിക വേദന കഷ്ടിച്ച് മാത്രം അനുഭവപ്പെട്ടു എന്ന് എലൻ ജി വൈറ്റ് ഇതേ യുഗങ്ങളുടെ പ്രത്യാശ എന്ന പുസ്തകത്തിൻ്റെ 753 പുറത്തിൽ നമ്മോട്, അവരുടെ പ്രവചനത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മോട് പറയുന്നുണ്ട്. യോഹന്നാന സുവിശേഷത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ കർത്താവ് അത്രത്തോളം തൻ്റെ ജനത്തെ സ്നേഹിച്ചു. അവൻ തൻ്റെ ജനത്തെ അത്രത്തോളം സ്നേഹിക്കൊണ്ട് തൻ്റെ മകനെ യാഗമാക്കി നമ്മളെ ഓരോരുത്തരുടെയും ജീവനെ അവൻ വീണ്ടെടുത്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. ദൈവം ഈ വചനഭാഗങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകാരുണ്യവാനും അടിയങ്ങളുടെ ജീവൻ്റെ ഉടമസ്ഥനുമായിരിക്കുന്ന സ്വർഗീയ ദൈവമേ, ശ്രേഷ്ഠമായ വചനം പിതാവേ അടിയങ്ങൾക്ക് നൽകി അടിയങ്ങളെ ശുദ്ധീകരിച്ചിരിക്കാൻ വിമലീകരിച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം നാഥ. നിൻ്റെ നാമത്തിൽ ജീവിപ്പാൻ അടിയങ്ങൾക്ക് ഇട നൽകുമാറാകണമേ. കർത്താവേ, അങ്ങയുടെ ജീവരക്തം അടിയങ്ങളുടെ ജീവിതത്തിൻ്റെ മറവിലയാണ് എന്ന് അടിയങ്ങൾ അറിയുന്നു. അടിയങ്ങളെ വീണ്ടെടുക്കുമാറാകണമേ. സർവ്വപാപങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും മോചനം നൽകുവാൻ അങ്ങയുടെ ജീവരക്തമെന്ന പരിമളത്തൈലം അടിയങ്ങളുടെ മേൽ പൂശി അടിയങ്ങളെ വീണ്ടെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപങ്ങളെ ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കേൾക്കുമ്പോൾ വാസ്തവത്തിൽ ക്രിസ്തു ആരായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ, ഒരിക്കൽ കൂടി മനസ്സിലാക്കുവാൻ, ഹൃദയം കൊണ്ട് മനസ്സിലാക്കുവാൻ, മനസ്സൊരുക്കമുള്ളവരായി രൂപാന്തരപ്പെടുവാൻ ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ദേവിക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കായി പ്രാർത്ഥിക്കുന്നു. കേട്ടിരുന്നതായ വിശ്വാസ സമൂഹത്തിനായി പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ആർക്കെല്ലാം വേണ്ടി അടിയനും പ്രാർത്ഥനയോടൊപ്പെട്ടിരിക്കുന്ന സകലരെയും തിരുക്കരങ്ങൾ നൽകുന്നു. അടിയനെയും തിരുക്കരങ്ങൾ നൽകുന്നാഥ. ഒരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. വചനം അങ്ങയുടേത്, സംസാരിച്ച അടിയനും അങ്ങയുടേത്, കേൾക്കുന്ന ജനസമൂഹവും അങ്ങയുടേത്. എല്ലാവരും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടവരുത്തുമാറാകണമേ. അങ്ങ് വീണ്ടും വരുന്ന നാളിൽ അങ്ങ് എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കുവാൻ ഇടവരുത്തുമാറാകണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു, പ്രിയ പിതാവേ. ആമേൻ.